Hello friends, welcome back to my YouTube channel Richard Top 10. അപ്പോൾ എല്ലാ മച്ചാമാർക്കും റിച്ചാർഡ് ടോപ്പ് 10ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും യൂട്യൂബിൽ ഷോർട്സ് വീഡിയോസ് ധാരാളം കാണുന്നതാണ്. ദിവസം നമ്മൾ 50-60 ഷോർട്ട് വീഡിയോസാണ് നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് വീഡിയോയിലെ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം ഷോർട്ട് വീഡിയോസ് കാണാറുണ്ട്. 50 സെക്കൻഡ്, 60 സെക്കൻഡ്, മാക്സിമം 60 സെക്കൻഡിൻ്റെ 1 മിനിറ്റിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 50 സെക്കൻഡ്, 60 സെക്കൻഡിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ലാസ്റ്റ് 10 സെക്കൻഡ് ആണെച്ചാൽ നമുക്കൊരിക്കലും ഷോർട്ട് വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ട് ആ ഭാഗം മാത്രം നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റില്ല. വീണ്ടും നമുക്ക് ആ ഭാഗം കാണണമെങ്കിൽ ആദ്യം തൊട്ട് ഷോർട്ട് വീഡിയോ ഫുള്ളിരുന്ന് കാണണം. നമുക്കൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് ഷോർട്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് സാധാ യൂട്യൂബിലത്തെ വീഡിയോ പോലെ ആയി കാണാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരം കളയാണ്ട് അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. യൂട്യൂബിലത്തെ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് സാധാ വീഡിയോ ആക്കാമെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോർട്ട് വീഡിയോ ഏതാ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ അതെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് നേരം ഇരുന്ന് കാണുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അവസാനത്തെ 10 സെക്കൻഡ് ആണെച്ചാൽ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഷോർട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്താലും സൈഡിൽ ആ ലൈക്കിൻ്റെ ബട്ടണിൽ നിൽക്കിയാലും ലൈക്ക് ആവും. അപ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ച് ലൈബ്രറി എന്ന് പറഞ്ഞ അവസാനത്തെ യൂട്യൂബിൽ ലൈബ്രറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവസാനം ഉള്ള ഭാഗം. അത് കഴിഞ്ഞ് ആ ലൈബ്രറിയിൽ പോയിട്ട് ചെയ്യേണ്ടത് കുറച്ച് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ നോക്കേണ്ടത് ലൈക്ക്ഡ് വീഡിയോസാണ്. അപ്പോൾ ലൈക്ക്ഡ് വീഡിയോസ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ലൈക്ക് ചെയ്ത ഷോർട്ട് വീഡിയോ ഫസ്റ്റ് തന്നെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഷോർട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് കാരണം ലൈക്ക്ഡ് വീഡിയോസിൽ ഫസ്റ്റ് തന്നെ ഇടുന്നിട്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്ത് നോക്കാന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് വീഡിയോ സാധാ വീഡിയോയ്ക്ക് മാറി സാധാ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്ത് ധാരാളം സ്കിപ്പ് ചെയ്ത് കാണുകയും വീണ്ടും വീണ്ടും കാണാനും സ്കിപ്പ് ചെയ്ത് കാണാനും സാധിക്കും. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിലത്തെ സാധാ വീഡിയോ ആക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു ട്രിക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.